ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറുവയറ്റും പരിപ്പും അരിയും കൂടി ചേർത്ത് നമുക്കൊരു കിച്ചടി ഉണ്ടാക്കാം. ചെറുവയറ്റും പരിപ്പും 100 ഗ്രാം, 50 ഗ്രാം പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി പശയില്ലാത്ത പച്ചരിയാണെങ്കിൽ ഓക്കെ, അല്ലാത്ത പക്ഷം നമ്മൾ ബിരിയാണി അരി എടുക്കാൻ ശ്രദ്ധിക്കുക. ബിരിയാണി അരി എന്ന് പറയുമ്പോഴും ജീരകശാലയോ ഖൈമയോ അതുപോലെ ചെറുമണി അരികൾ, ഇത് രണ്ടും കൂടി 30 മിനിറ്റ് നേരം ഞാനൊന്ന് നനച്ചു വെച്ചു. അതിനുശേഷം കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. കുക്കറിൽ വേവിക്കുമ്പോൾ കുറച്ചധികം വെള്ളമൊഴിച്ച് വേവിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്, ഏറൊക്കെ നന്നായി പോയി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കേട്ടോ, കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഇത് വെന്ത് വരുമ്പോൾ ഒന്ന് സെറ്റായിട്ടാണ് വരിക. അപ്പോൾ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പിടിച്ച് സേഫ്റ്റി വാൽവൊക്കെ അടിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏതായാലും വേവിച്ചത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം മറ്റൊരു കടായി എടുക്കാം. അതിലേക്ക് ഒരു തേങ്ങയുടെ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. 100 ഗ്രാം ചെറുവയറ്റും പരിപ്പും 50 ഗ്രാം അരിയും എടുത്തത് കൊണ്ടാണ് ഒരു തേങ്ങ എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന അളവ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും തേങ്ങാപ്പാലിൻ്റെ അളവും കൂട്ടിയെടുക്കുക. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് മധുരം കൂടുതലുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ അങ്ങനെ, കുറവ് മധുരം ആവശ്യമുള്ളവർക്ക് കുറച്ചിട്ടോ. അതിനുശേഷം രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. പതച്ചു പോവാതെ ശ്രദ്ധിക്കുക. ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുവയറ്റും പരിപ്പും അരിയും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, ചേർത്ത് നല്ല പോലെ ഉടച്ചെടുക്കുക. നന്നായി ഉടച്ച് ചേർക്കാം. കയ്യിലെടുക്കാതെ തന്നെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം തേങ്ങാപ്പാലായതുകൊണ്ട് പതച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ പതച്ചു പോവാതെ ശ്രദ്ധിക്കണേ. നല്ല പോലെ ഉടച്ച് ചേർക്കാം. ചെറിയ നുര വരുമ്പോഴേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. കണ്ടോ, പതയ്ക്കാൻ അനുവദിക്കേണ്ട, അടുപ്പ് ഓഫ് ചെയ്തേക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കശുവണ്ടിയും ഉള്ളിയും കിസ്മിസും കൂടി താളിച്ചൊഴിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രം വയ്ക്കാം. 1 ടേബിൾ സ്പൂണോളം നല്ല നെയ്യിട്ട് കൊടുക്കാം. ഉള്ളി ഒരെണ്ണം വട്ടത്തിലരിഞ്ഞിട്ട് കൊടുക്കാം. കശുവണ്ടി, കിസ്മിസ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. നല്ല പോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ മൊരിച്ചെടുത്തു. ഇനി ഇത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് കുറുകിയിരിക്കുന്ന കിച്ചടിയാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് തേങ്ങാപ്പാലിൻ്റെ അളവ് കുറയ്ക്കാം. കുട്ടികൾക്കൊക്കെ കുടിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ കുറച്ച് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടി കുറച്ച് ഗ്രേവി പോലെ ആയിട്ട് ഉണ്ടാക്കുന്നത് നല്ലതാണ്. കണ്ടോ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്പിളോ പഴമോ എന്തെങ്കിലുമൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. തണുത്ത ശേഷം, ഒരുപാട് തണുക്കണ്ട, എന്നാലും ഈ നല്ല ചൂടൊന്ന് മാറിയ ശേഷം ഇതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. വലിയ ആളുകൾക്ക് നമുക്കത് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ഐറ്റമാണ്. കണ്ടോ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, ബെലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.